ഷാജി പാപ്പനും അറക്കലബവും പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളെ അണിനിരത്തിയായിരുന്നു ആട് എന്ന സിനിമ എത്തിയത്. ഗംഭീര വിജയമായിരുന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിന് പിന്നാലെ എത്തിയ രണ്ടാം ഭാഗവും പുതുമ കൊണ്ട് മുന്നിട്ട് നിന്നതോടെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് സംവിധാനം നിർവഹിച്ച ചിത്രങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് നിർമ്മിച്ചത്. ഇതിന് പിന്നാലെ ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന വാർത്തകൾ വരികയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആട് 3 എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനായി മലയാളത്തിലെ 2 വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുകയാണ്. വേണു കുന്നപ്പള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനി, വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൌസ് എന്നിവയാണ് ഈ വമ്പൻ ചിത്രത്തിനായി ഒന്നിക്കുന്നത്. ഒരുപിടി ഗംഭീര ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ 2 നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുമ്പോൾ അത് സിനിമാ പ്രേമികൾക്ക് കൂടുതൽ ആവേശമാവുകയാണ്. മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ 2018 മാളികപ്പുറം രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനി മലയാളത്തിലെ ഏറ്റവും വലുതും പ്രേക്ഷക പ്രീതിയുള്ള സിനിമാ നിർമ്മാണ കമ്പനികളിൽ ഒന്നുമാണ്. ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ 23ാമത്തെ ചിത്രമാണ് ആട് 3. നിലവിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ജയസൂര്യ, വിനായകൻ, വിജയ് ബാബു, സൈജു കുറുപ്പ്, ധർമ്മജൻ ബോൾഗാട്ടി, ഭഗത് മാനുവൽ, രഞ്ജി പണിക്കർ, സണ്ണി വെയിൻ, ഇന്ദ്രൻസ്, ശ്രിൻഡ, ബിജുക്കുട്ടൻ, സുധി കോപ്പ, ഹരികൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കുറച്ച് സർപ്രൈസ് താരങ്ങളും ചിത്രത്തിലുണ്ടെന്നാണ് വിവരം. 2025 ക്രിസ്മസ് റിലീസായാണ് ചിത്രം എത്തുകയെന്നാണ് സൂചനകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.